ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റുകളൊക്കെ വരുന്ന ദിവസമാണ്. അപ്പോൾ എമ്മിമാർ സാധനം കൊണ്ട് വരുമ്പോൾ നമ്മളെ വിളിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് റൂമും കാര്യങ്ങളൊക്കെ പോയി തുറന്നു കൊടുക്കണം. പിന്നെ ബില്ലിലുള്ള നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണോ, എത്ര എണ്ണം ഉണ്ട്, എണ്ണവും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം അവിടുന്ന് പോരണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ചോറിന് വെള്ളം വെച്ചിനി. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാണ്ടാക്കുന്നത് മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചത് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടി വേഗം വെച്ചു. ഇനി ഞാൻ രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പ്രൊഡക്റ്റുകൾ വന്ന് അത് വാങ്ങി വെക്കാൻ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ മസായി മന്തി മസാല, മസായി ബിരിയാണി മസാല, മസായി രസ പൗഡർ, മസായി സാമ്പാർ പൗഡർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവരത്. അപ്പോൾ ഞാൻ രസ പൗഡർ ഉണ്ടല്ലോ, മസായി രസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. രസമാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ കറി ഉണ്ടാക്കാൻ. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായി തുടങ്ങിയിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും. പുളിവെള്ളം പുളി പിഴിഞ്ഞാണ്ട് വെള്ളം മൺചട്ടിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ രസ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർക്കണ്ട. രസം നമ്മൾ ഉണ്ടാക്കുമ്പം കുരുമുളക് പൊടി, കായപ്പൊടിയൊക്കെ ചേർക്കുമല്ലോ, അതൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ രസ പൗഡർ ഒരു 1.5 സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് മീനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ഞാൻ വേഗം ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തു. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഉപ്പേരി വെക്കാനിപ്പോൾ എന്താ കിട്ടുകയെന്ന് വിചാരിച്ചാണ്ട് തൊടി കൂടെ ഒന്ന് ഇറങ്ങി നോക്കിയത്. അപ്പോൾ ഞാൻ ഈ മുള്ളഞ്ചക്ക ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ അത് തോട്ടിയൊക്കെ ഇട്ട് വലിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ചേമ്പും തണ്ട് പെട്ടത്. അപ്പോൾ ഞാൻ ചേമ്പും തണ്ട് 2 തണ്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ അതും അതേപോലെ ചേമ്പും തണ്ടും ഇട്ടുകൊണ്ട് ഒരു കൂട്ടാനാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചേമ്പും തണ്ടൊക്കെ അരിഞ്ഞ് വന്നപ്പോഴത്തേനെ രസം നല്ലോണം തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തു, ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ രസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ മുള്ളഞ്ചക്ക എനിക്ക് കിട്ടിയില്ല, പക്ഷേ മഞ്ജുമോൾ ആ തോട്ടിയൊക്കെ ഇട്ട് വലിച്ചോള് മുള്ളഞ്ചക്കയൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലോണം മൂത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം. പിന്നെ വൻപയർ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവട്ടെ. പിന്നെ രസം ഒന്ന് വറവിട്ടെടുക്കും കൂടെ ചെയ്ത് വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് രസം, തക്കാളി രസം കേട്ടോ. അപ്പോൾ രസമായി. പിന്നെ വൻപയർ വേവിക്കാനും വെച്ചല്ലോ. പിന്നെ ചേമ്പും തണ്ട് കഴുകിയിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തത് ഒരു വാഴന്തലേക്ക് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ പോയിട്ട് കുറച്ച് കാന്താരി മുളകും പറിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ചേമ്പും തണ്ട് വൻപയർ പകുതി വേവായ്പായിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ എരിവിന് കാന്താരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ. പിന്നെ അത് വെന്തതിന് ശേഷം കടുക് വറുത്ത് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇന്നത്തെ ലഞ്ച് റെഡിയായി.